ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനായി ചിന്തിക്കുകയുണ്ടായി. 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത 5 പ്രത്യേകതകളാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ക്രിസ്തുയേശുവിലുള്ള മനോഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തെപ്പറ്റി കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്ന് പൗലോസ് പ്രാപിച്ച ക്രിസ്തു വെളിപ്പാടിനെ പരാമർശിക്കുമ്പോൾ യേശുവിനെ തർസോസുകാരനായ ശൗൽ എന്തുകൊണ്ട് വിശ്വസിക്കുമെന്നതിൻ്റെ കാരണമാണ് പൗലോസ് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. 1, അവൻ ദൈവരൂപത്തിൽ നിന്നും മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്നു. യേശു രൂപത്തിൽ അതുല്യനായ ക്രിസ്തുവായിരുന്നു. ദൈവരൂപത്തിൽ നിന്നും മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്നവൻ. 2, ദൈവത്തിൻ്റെ സമത്വത്തിൽ നിന്നും മനുഷ്യന്റെ സമത്വത്തിലേക്ക് ഇറങ്ങി വന്നവൻ. സമത്വത്തിൽ അതുല്യനായ ക്രിസ്തു. ദൈവ സാദൃശ്യത്തിൽ നിന്നും മനുഷ്യന്റെ സാദൃശ്യത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു. സാദൃശ്യത്തിൽ അതുല്യൻ. 4, ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നും മനുഷ്യന്റെ നാമത്തിലേക്ക്, മനുഷ്യന് വിളിക്കാൻ കഴിയുന്ന യേശു എന്ന നാമത്തിലേക്ക് സ്വയം അവതരിച്ചിറങ്ങി വന്ന യേശു ക്രിസ്തു. നാമത്തിൽ അതുല്യനായ ക്രിസ്തു. 5-ാമത്തെ യേശുക്രിസ്തുവിൻ്റെ ഒരു നിസ്തുല്യത പൗലോസ് ആ ഭാഗത്ത് വെളിപ്പെടുത്തുന്നത് മരണത്തിൽ അതുല്യനായ ക്രിസ്തു. മരിച്ച് മരണത്തെ ജയിച്ച ലോകത്തിൻ്റെ രക്ഷകൻ യേശുവാണെന്ന് പൗലോസ് സമർത്ഥിക്കുന്നു. 2-ാം അധ്യായത്തിൽ ഈ 5 അസാധാരണമായ വ്യക്തിത്വങ്ങളാണ് പൗലോസ് പ്രമേയമാക്കുന്നത്. യേശുക്രിസ്തു രൂപത്തിൽ അതുല്യനായ ക്രിസ്തു. ദൈവരൂപത്തിൽ ഇരുന്നവൻ മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്നു. ദൈവരൂപത്തിലിരുന്ന മനുഷ്യൻ, ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവൻ്റെ പാപവും അനുസരണക്കേടോ ദൈവത്തോടുള്ള അവിശ്വാസമോ ഫലമായി ദൈവകൃപയിൽ നിന്നും ദൈവിക തേജസ്സിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും അവൻ മാറ്റപ്പെട്ടപ്പോൾ ദൈവം കൊടുത്ത മനുഷ്യന്റെ രൂപം മനുഷ്യൻ പാപത്താൽ ഇല്ലാതാക്കിയപ്പോൾ ആ രൂപം മനുഷ്യന് മാനവരാശിക്ക് തിരികെ നൽകാൻ ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യരൂപത്തിലേക്ക് അവതരിച്ചു എന്നുള്ളതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന രക്ഷകനെ അതുല്യനാക്കുന്നത്. ദൈവ കുടുംബത്തിൽപ്പെട്ടവൻ മനുഷ്യ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യ കുടുംബത്തിൽപ്പെട്ട നമ്മെ ദൈവ കുടുംബത്തിന്റെ അംഗമാക്കാൻ. ദൈവരൂപത്തിൽ നിന്നവൻ മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യരൂപത്തിലായിരുന്ന നമ്മുടെ മേൽ പകർന്ന ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ അതിനെ തിരികെ നൽകാൻ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഉണ്ടാക്കുന്ന ഏത് വസ്തുവാണെങ്കിലും അത് തകർന്നു പോയാൽ, അത് പ്രയോജനരഹിതമായാൽ അതിനെയാണ് പണിയേണ്ടത്. ഏത് വസ്തുവിന്, ഏത് വ്യക്തിക്ക് കുറവ് വന്നോ ആ വ്യക്തിയെയാണ്, ആ വസ്തുവിനെയാണ് നമ്മൾ വീണ്ടും പുനർസൃഷ്ടിക്കേണ്ടതെങ്കിൽ ഇവിടെ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തു അസാധാരണമായ സ്നേഹമുള്ളവനാണെന്ന് പ്രസംഗിക്കാനുള്ള കാരണം അവനുണ്ടാക്കിയ മനുഷ്യൻ പാപത്താൽ തകർന്നു പോയപ്പോൾ ആ മാനവരാശിയെ, മനുഷ്യനെ വീണ്ടും പുതുക്കി പണിയാൻ, ദൈവമുണ്ടാക്കിയ രൂപത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരാൻ ഉണ്ടാക്കിയ സൃഷ്ടാവ് തകർക്കപ്പെട്ടു എന്നുള്ളതാണ് വേദപുസ്തക സന്ദേശത്തെ തന്നെ അതുല്യമാക്കുന്നത്. ദൈവത്തിന്റെ കരത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ ഉടഞ്ഞു പോയപ്പോൾ ആ ഉടഞ്ഞ പാത്രത്തെ മനോഹരമാക്കി തീർക്കാൻ അത് ഉണ്ടാക്കിയവൻ ഉടയപ്പെട്ടു എന്നുള്ളതാണ്
യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെയും അതുല്യമാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, യേശുക്രിസ്തു മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു അസാധാരണ അതുല്യതയാണ്. അവൻ രൂപത്തിൽ ദൈവരൂപവും മനുഷ്യരൂപവും ഉള്ളവനാണ്. നൂറുകണക്കിന് ദൈവങ്ങളുടെ നാട്ടിൽ പലരും ദൈവം അവകാശപ്പെടുമ്പോൾ അവർക്ക് പലർക്കും മനുഷ്യന്റെ രൂപം ഇല്ല എന്നുള്ളത് സത്യമാണ്. ദൈവം എന്ന് പറയുന്ന പലതിനും, ഇനി മനുഷ്യന്റെ രൂപമുള്ള പലതിനും ദൈവത്വത്തെ തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല, ദൈവത്വത്തിന്റെ ശക്തിയും തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരേ ഒരു അവതാര പുരുഷനെ, ഒരേ ഒരു രക്ഷകനെ ദൈവത്തിന്റെ രൂപത്തിൽ നിന്നും മനുഷ്യന്റെ രൂപത്തിലേക്ക് അവതരിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. രൂപം മാറിയ ക്രിസ്തു, മനുഷ്യന്റെ പാപത്തിന് വേണ്ടി, പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ ദൈവരൂപത്തിൽ ഇരുന്നവൻ മനുഷ്യന്റെ രൂപത്തിലേക്ക് അവതരിച്ചു എന്നുള്ളത്, അതാണ് വേദപുസ്തക സത്യത്തെ സനാതന സത്യമാക്കുന്നത്, വേദപുസ്തക സത്യത്തെ അതുല്യമാക്കുന്നത്. രൂപാന്തരപ്പെട്ട, രൂപം മാറിയ ഒരു ക്രിസ്തു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, അവൻ മനുഷ്യൻ അല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ടു എന്ന് വേദപുസ്തക എഴുത്തുകാർ പറയുന്നതിന്റെ സത്യമതാണ്. രൂപം മാറിയ, മനുഷ്യന് വേണ്ടി രൂപം തകർക്കപ്പെട്ടൊരു ക്രിസ്തു. അതേ പ്രിയപ്പെട്ടവരെ, രൂപം മാറിയവന്, രൂപാന്തരപ്പെട്ടവന് മാത്രമേ വേറൊരാളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി കഴിയത്തുള്ളൂ. യേശുക്രിസ്തു രൂപത്തിൽ അതുല്യനായിരുന്നു. അതുകൊണ്ട് രൂപം നഷ്ടപ്പെട്ടവരായി, ജീവിതത്തിൽ തകർച്ചകളും വേദനകളും അനുഭവിക്കുന്നവരായി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ നൽകാൻ കഴിവുള്ള ഒരു രക്ഷകനെയാണ് ഫിലിപ്പി ലേഖന 2-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്നത്. അവൻ രൂപത്തിൽ അതുല്യനായ ക്രിസ്തു. 2, അവൻ സമത്വത്തിൽ അതുല്യനായ ക്രിസ്തു. ദൈവത്തിന്റെ സമത്വത്തിൽ ഇരുന്നവൻ മനുഷ്യന്റെ സമത്വത്തിലേക്ക്, മനുഷ്യൻ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്നു. അധികാരത്തിന്റെ കൊതിയില്ലാത്തൊരു നേതാവ്, കസേരക്കളി ഇഷ്ടപ്പെടാത്ത ഒരാള്, അധികാരത്തിന്റെ മത്ത് തലക്ക് പിടിച്ചിരിക്കുന്ന ഇന്നത്തെ ആത്മീക ഗോളത്തിൽ നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു കർത്താവ് യേശുക്രിസ്തു. സിംഹാസനം വിട്ട് പശുത്തൊട്ടിയിലേക്ക് ഇറങ്ങി വന്ന ഒരു രക്ഷകനെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. സമത്വത്തിൽ അതുല്യൻ, ദൈവത്തിന്റെ കൂടെ ഇരുന്നവൻ മനുഷ്യന്റെ കൂടെ ഇരിപ്പാൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മൾ ഇന്ന് എപ്പോഴും പ്രമോഷൻ ആഗ്രഹിക്കുന്നവരാണ്. ലോകത്തിലെ എല്ലാവരും, എല്ലാ മനുഷ്യരും, എല്ലാ നേതാക്കന്മാരും പ്രമോഷൻ ആഗ്രഹിക്കുന്നവരാണ്, ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ്. ഇന്നലത്തേക്കാൾ വലിയ സ്ഥാനങ്ങളും മാനങ്ങളും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ച് സിംഹാസനം വിട്ട് പശുത്തൊട്ടിയിലേക്ക് അവതരിച്ച, പശുത്തൊട്ടിയിൽ കിടക്കാൻ മനസ്സ് കാണിച്ച ആ ദൈവപുത്രൻ സമത്വത്തിൽ അതുല്യനാണ്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അടുപ്പിക്കാൻ ന്യായപ്രമാണങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ മറ്റു കർമ്മങ്ങൾക്കോ കഴിയത്തില്ല എന്ന് ബോധ്യം വന്നപ്പോൾ, ഉറപ്പ് വന്നപ്പോൾ, മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യനെ പോലെ ഇറങ്ങി വന്ന ഒരു രക്ഷകൻ, അവൻ സമത്വത്തിൽ അതുല്യനാണ്. കളർ നോക്കാതെ, കാശ് നോക്കാതെ, ആർക്കും ചേർന്നിരിക്കാൻ, ആർക്കും അടുത്തു വരാൻ കഴിയുന്ന ഒരു രക്ഷകനാണ് കർത്താവായ യേശുക്രിസ്തു. ഇവൻ സമത്വത്തിൽ അതുല്യനാണ്. പാശ്ചാത്യനെന്നോ പൗരസ്ത്യനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ആണെന്നോ പെണ്ണെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ പറഞ്ഞു നമ്മെ ഒഴിവാക്കാതെ ആരെയും ചേർത്ത് നിർത്തുന്ന, അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന, തള്ളപ്പെട്ടവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു രക്ഷകനായ ക്രിസ്തു. അവൻ സമത്വത്തിൽ അതുല്യനാണ്. 3, അവൻ സാദൃശ്യത്തിൽ അതുല്യനാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോ അവൻ വിശന്നു, അവൻ കരഞ്ഞു, അവൻ ഉറങ്ങി. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു മനുഷ്യന് വേണ്ടി സാക്ഷാൽ ദൈവപുത്രൻ ചെയ്തു എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുത്തും, നമ്മെ അത്ഭുതപ്പെടുത്തും. സ്ഥാനം നോക്കിയും പദവി നോക്കിയും ഒക്കെ പലരും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത് അവൻ സാദൃശ്യത്തിൽ അതുല്യനായിരുന്നു. വിശന്നവന് വേണ്ടി അവന്റെ വിളി കേൾക്കാൻ, വിശക്കുന്നവന് കാശ് വാങ്ങാതെ അപ്പം കൊടുക്കുന്ന, മുടന്തനെ മന്ത്രം കൂടാതെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, വെള്ളത്തിൽ വീണവനെ വള്ളത്തിന്റെ സഹായം പോലും ഇല്ലാതെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന, വിശക്കുന്നവന്റെ വേദന അറിയാവുന്ന, കുഷ്ഠരോഗിയെപ്പോലും തൊടാൻ അറപ്പ് കാണിക്കാത്ത, സാദൃശ്യത്തിൽ അതുല്യനാകുന്ന ക്രിസ്തു. 4, അവൻ നാമത്തിൽ അതുല്യനായിരുന്നു. യേശുക്രിസ്തു എന്ന നാമം അതുല്യമായ നാമമാണ്. നമുക്കറിയാം, പഴയ നിയമ പുസ്തകങ്ങളിൽ
വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവമഹത്വം കാണുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പേര് ചോദിച്ച ഒട്ടനവധി ഭക്തന്മാരെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3 മോശ ചോദിക്കും, നിന്റെ പേരൊന്ന് പറയാമോ? അതിനുത്തരം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളതാണ്. അതാരുടെയും ഒരു പേരല്ലെന്ന് നമുക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ മനേഷ് എന്ന് പറയുന്നൊരു ഭക്തൻ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവമഹത്വം കണ്ട് ചോദിക്കുന്നു, നിന്റെ പേരെന്ന് പറയാമോ? ഉത്തരവും ഒരു പേര് കൊടുക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ യാക്കോബും തന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തോടും ദൈവമഹത്വത്തോടും പേര് ചോദിക്കുമ്പോൾ അവിടെയും ഉത്തരം കൊടുക്കുന്നതായി നമുക്ക് കാണുന്നില്ല. മോശയ്ക്കും യാക്കോബിനും അബ്രഹാമിനും മനശ്ശയ്ക്കുമൊക്കെ ഞാനാകുന്നുവെന്നും യഹോവ എന്ന നാമത്തിലുമൊക്കെ ഇറങ്ങി വന്ന തേജോമയനായ ദൈവം കാലസമ്പൂർണതയിൽ വേഷത്തിൽ മനുഷ്യനായപ്പോ അന്ന് പലരും ചോദിച്ചിട്ട് പറയാത്തത്, പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മറി എന്ന് പറയുന്ന ഒരു സാധാരണ പെൺകുട്ടിയോട് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉത്ഭവിച്ച വിശുദ്ധ പ്രജ അവൻ യേശു എന്ന് വിളിക്കപ്പെടുമെന്നാണ് അവൾക്ക് ഉത്തരം കൊടുക്കുന്നത്. പേര് ചോദിച്ചവർക്ക് കിട്ടാത്ത മറുപടിയാണ് പുതിയ നിയമത്തിൽ കൃപയുടെ പ്രമാണത്തിൽ ചോദിക്കാത്തവളോട് ഉത്തരം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു എന്ന നാമത്തിന്റെ പ്രത്യേകത അത് അസാധാരണമായ കൃപയുടെ നാമമാണ്, സ്നേഹത്തിന്റെ നാമമാണ്, അർഹതയില്ലാത്തവർക്കും അംഗീകാരം നൽകി ആദരിക്കുന്ന നാമമാണ്. അതുകൊണ്ട് എല്ലാവരാലും അവഗണിക്കപ്പെട്ട് തകർക്കപ്പെട്ട് എന്നെ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ യേശു എന്ന നാമത്തിന് നിങ്ങളെ സകല നാമത്തെക്കാൾ മേലായ നാമമായി ഉയർത്താൻ വേണ്ടി കഴിയും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ യഹോവ മാത്രം ദൈവമെന്നും യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇഴകീറി പരിശോധിച്ച് അനുഷ്ഠിക്കുന്ന തർസോസിലെ ശൗലിനെ രൂപാന്തരപ്പെടുത്തിയത് ഈ ദൈവപുത്രന്റെ നാമമായിരുന്നു. കുതിരപ്പുറത്ത് ദൈവസഭയെ മുടിച്ചു കളയാൻ വന്ന ശൗല് കഴുതപ്പുറത്ത് വന്ന യേശുവിന്റെ മുമ്പിൽ വീണുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 9-ൽ നമ്മൾ വായിക്കുന്നു. ലോകചരിത്രത്തിന്റെ ഒരേ ഒരു സംഭവമായിരിക്കും അത്. കുതിരപ്പുറത്ത് വന്നവന്റെ മുമ്പിൽ കഴുതപ്പുറത്ത് വന്നവൻ തോൽക്കുന്നത്. ആ കഴുതപ്പുറത്ത് വന്ന യേശുവിന്റെ മുമ്പിൽ തോറ്റുകിടക്കുമ്പോൾ നീ ആരാകുന്നു കർത്താവേ എന്ന ചോദ്യത്തിന് പൗലോസിനോട് യേശു പറയുന്ന ഉത്തരം നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു എന്നാണ്. അതാണ് ഉപദ്രവിക്കാൻ വന്നവനോട് പോലും തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ മനസ്സ് കാണിച്ച ഒരു രക്ഷകനാണ് കർത്താവ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, 100 കണക്കിന് അവതാര പുരുഷന്മാരും ദൈവസങ്കല്പങ്ങളുമുള്ള നാട്ടിൽ പാപികളെ നിഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ അവർ അതിനെ അവകാശപ്പെടുമ്പോൾ പാപികളെ സ്നേഹിക്കുന്ന ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അതാണ് ഇവന്റെ നാമത്തെ അതുല്യമാക്കുന്നത്. ആരുടെ ഒപ്പം കൊണ്ട് നിർത്തിയാലും അവരെക്കാളൊക്കെ തോൾ മുതൽ പൊക്കമുള്ളവനായി മാറുന്നത് ഇവന്റെ നാമത്തിന്റെ ശ്രേഷ്ഠതയാണ്. നാമത്തിൽ ഇവൻ അതുല്യനായ ദൈവമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത തർസോസിൽ ആ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തിരിച്ചറിഞ്ഞ തർസോസിലെ പൗലോസ് ഫിലിപ്പ്യ ലേഖനത്തിൽ ആധികാരികമായി പറയുന്നു, ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ വിളിച്ചിട്ടുള്ള ഏത് നാമത്തെക്കാളും വലിയ നാമം യേശു എന്ന നാമം. കാരണം വിളിച്ചാൽ വിളി കേൾക്കുന്ന നാമം, വിളിച്ചാൽ ഉത്തരം നൽകുന്ന നാമം, വിളിച്ചാൽ മറുപടി നൽകുന്ന നാമം, വിളിച്ചാൽ വിളിച്ചവനോട് സംസാരിക്കുന്ന നാമമാണ് യേശു എന്ന നാമം. ഉപദ്രവിക്കാൻ വന്നവനെ ഉപദേശിയാക്കി, ദൈവസഭയെ പൊളിക്കാൻ വന്നവനെ കൊണ്ട് ദൈവസഭയെ പണിയിപ്പിക്കുന്നവനാക്കി, ദൈവസഭയെ മുടിക്കാൻ തകർക്കാൻ വന്നവനെ കൊണ്ട് ദൈവസഭയുടെ ഉപദേശത്തിന്റെ മറശീല തിന്നുന്ന തളരാത്ത പടയാളിയാക്കി, വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ എഴുത്തിന്റെ 2/3 ഭാഗവും എഴുതിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് തന്നെ ഉപദ്രവിക്കുവാൻ, തന്റെ സഭയെ ഉപദ്രവിക്കുവാൻ വന്നവനെയാണ് എന്നറിയുമ്പോഴാണ് യേശു ക്രിസ്തു മറ്റാരേക്കാളും വ്യത്യസ്തരാകുന്നത്. ഒരുപക്ഷെ ഇന്നലകളിൽ നിങ്ങൾ അനുഭവിക്കാത്ത, ഇന്നലകളിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഈ ദൈവസ്നേഹം നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ ഉയർത്താൻ കഴിവുള്ള ഒരു നാമമാണ് യേശു എന്ന നാമം. 5 യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത പൗലോസ് അവിടെ വിവരിക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം മരണം കൊണ്ട് വഴിമാറിപ്പോയപ്പോ യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ലോകത്തിൽ ഒരുപാട് പേര് ജീവിക്കാൻ വന്നവരോ അല്ലെങ്കിൽ ജീവൻ എടുക്കാൻ വന്നവരോ ഒക്കെ എന്ന് അവകാശപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ലോകത്തിലേക്ക് മരിക്കാൻ വന്നത് ഒരേ ഒരാളേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് ജീവിക്കാൻ വന്നവനല്ല, അവൻ വന്നത് മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നവനാണ്.
മരിച്ചു, മരണം കൊണ്ടവൻ തീർന്നുപോയില്ല. മരണത്തിന്റെ താഴ്വരയിൽ വിജയചിഹ്നം നാട്ടി കാലം കണ്ട ഏറ്റവും കരുത്തുള്ളവനായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോ പൗലോസ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഇവൻ മരണത്തിൽ അതുല്യനാണ്. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ യേശുക്രിസ്തു തച്ചന്റെ മകനെന്നും യേശുക്രിസ്തുവിനെ മറിയുടെ മകനെന്നും വ്യഭിചാരിയുടെ മകനെന്നും യോസഫിന്റെ മകനെന്നുമൊക്കെ അടക്കം പറഞ്ഞവരും ആക്ഷേപിച്ചവരും അപവാദം പറഞ്ഞവരും ഒക്കെ നോക്കി നിൽക്കെ 40-ലധികം തവണകളിലായി 500-ലധികം പേർക്ക് 10-ലധികം തവണകൾ 40 ദിവസത്തോളം 500-ലധികം പേർക്ക് പ്രത്യക്ഷനായിട്ട് യേശുക്രിസ്തു ലോകത്തോട് പറഞ്ഞു, ഞാൻ മരണത്തെ ജയിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അവൻ മരണത്തിലും അതുല്യനാണ്. യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ സന്ദേശത്തെ കരുത്തുള്ളതാക്കി തീർക്കുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെയും ധൈര്യപ്പെടുത്തുന്നു. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു പുനരാഗമനം ചെയ്യാൻ വേണ്ടി പോകുന്നു. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു പുനരാഗമനം ചെയ്യുമ്പോൾ അവനിൽ വിശ്വസിച്ച് അവന്റെ വചനങ്ങളിൽ ആശ്രയിച്ചനുസരിച്ച് ജീവിക്കുന്നവരെ അവൻ ചേർത്ത് ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യം പണിയും. അതിനുവേണ്ടി ഒരുങ്ങാൻ, തേജസ്സിന്റെ രാജ്യത്തിലേക്ക് ഈ ലോകത്തെ പണിയാൻ, ലോകത്തിന്റെ വർത്തമാനകാല സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് നന്നായി പണിയാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ നിലനിൽക്കുന്ന ഒരു രാജ്യം, ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അവൻ വീണ്ടും രാജാതിരാജാവും കർത്താവുമായി വരാൻ വേണ്ടി പോകുന്നു. ആ അതുല്യനായ കർത്താവിനെ, നിസ്തുല്യനായ കർത്താവിനെ അറിഞ്ഞ് വിശ്വസിച്ച് അനുസരിച്ച് അവൻ ഒരുക്കുന്ന രാജ്യത്തിലേക്ക് അംഗങ്ങളായി മാറുവാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അതുല്യനായ കർത്താവിന്റെ അതുല്യതകളെ നമുക്കും പിന്തുടരാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശത്തിന് അടിവരയിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.